അവർ പറയുന്നത് എന്റെ കുടുംബത്തിലെ അംഗത്തെ ഞാൻ പ്രശംസിച്ചതാണെന്ന് പറയുന്നു. അപ്പൊ ഏതാ കുടുംബം? ഭരണവർഗമാണോ കുടുംബം? എന്തൊരു വികലമായ കാഴ്ചപ്പാടാ! ജനാധിപത്യത്തിൽ ഭരിക്കുന്നവരെ പ്രതിപക്ഷത്തെ ഒരുപോലെ കുടുംബത്തിന്റെ അംഗങ്ങളായി കാണേണ്ടത് സിവിൽ സർവന്റിന്റെ കടമയാണ്. അതവർ എന്തൊരു വികലമായ കാഴ്ചപ്പാടാണത്. IAS ഭരിക്കുന്നവർ എല്ലാം കുടുംബം, അപ്പം ബാക്കിയുള്ളവരൊക്കെ കുടുംബത്തിന് പുറത്തോ? ആ കാഴ്ചപ്പാട് വളരെ വികലമായ കാഴ്ചപ്പാട്. എന്ന് മാത്രമല്ല, ഭരണത്തിന്റെ ഭരിക്കുന്നവരുടെ മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഗവൺമെന്റ് പോളിസി അവർ നടപ്പാക്കണം. പക്ഷേ വ്യക്തിപരമായ വിധേയത്വം പാടില്ല. നിഷ്പക്ഷമായി ഗവൺമെന്റ് മാറി മാറി വരും. അല്ലാതെ ഭരിക്കുന്നവരുടെ നേതാക്കന്മാരെ, ഭരണത്തെ അവർക്ക് കുടുംബാംഗമായി കാണുന്നത് ഒരിക്കലും ഒരു IAS ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ശ്രീമതി ദിവ്യ അയ്യരുടെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. അവരെന്താ ഉദ്ദേശിച്ചത്? ഷീ വാണ്ടഡ് ടു പ്ലീസ് ദ പവേഴ്സ് ദാറ്റ് ബി. അതിനായി അവര് 1, 2 പലതവണകൾ പറഞ്ഞു. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ആ അധികാരത്തിലിരിക്കുന്നവര് അവരെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്നു. ഒരു ഡിവിഷൻ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അവർ ഭരണപക്ഷത്തിന്റെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഇടതുപക്ഷത്തിന്റെയോ ആളായി മുദ്ര കുത്തപ്പെട്ടു. അതിനവർക്ക് ചില അഡ്വാൻറ്റേജ് കിട്ടും. ആ അഡ്വാൻറ്റേജ് കൊണ്ടാണോ, അത് കണ്ടുകൊണ്ടാണോ ഇത് ചെയ്തതെന്ന് സംശയിക്കേണ്ടി ഇരിക്കുന്നു. ഒരിക്കലും അവര് അങ്ങനെ ഒരു നിലപാട് എടുക്കാൻ പറയാൻ പാടില്ല. അവര് ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനത്തില് ഇടതുവശത്തുള്ളവരെ മാത്രമേ കണ്ടിട്ടുള്ളൂ നല്ലവരായി. മനുഷ്യന് വലതു കണ്ണുമുണ്ട്. ആ വലതുവശത്ത് അവരുടെ ഭർത്താവ് ഉൾപ്പെടെ നിപ്പുണ്ട് ധാരാളം പേര്. അതിലാരും ഇല്ലയോ നന്മ കണ്ടവർ? അപ്പൊ നന്മ സെലക്റ്റീവായി കാണുന്നത് ഒരുതരം കണ്ണുരോഗമാണ്. മനസ്സിലായല്ലോ. വിഴിഞ്ഞത്തിന്റെ ഒരു പരിപാടി നടത്തില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ? ആ പരിപാടി സ്വാഗതം പറഞ്ഞത് ശ്രീമതി ദിവ്യ അയ്യര. പക്ഷെ അവരെഴുതി വായിച്ചതാ. അവിടെ മറ്റൊരു വാചകം പറഞ്ഞു. അതെന്നാണെന്നറിയാമോ? കേരളത്തിൽ വൻകിട പദ്ധതികളെല്ലാം കടലാസിൽ ഒതുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ അതവരെ IASന്റെ ലക്ഷ്മണരെ കടന്ന് പൊളിറ്റിക്സിലേക്ക് കടന്ന്. ആ വാചകം ആരെ ഉദ്ദേശിച്ച? മുൻ ഗവൺമെന്റുകളെ ഉദ്ദേശിച്ചാണല്ലോ. പിണറായിയെ ഉദ്ദേശിച്ചല്ലോ. ശ്രീ പിണറായി വിജയനെ ഉദ്ദേശിച്ചല്ലോ. മുൻ ഗവൺമെന്റുകളെ ഉദ്ദേശിച്ചാണ്. എന്തിനാ അത് എഴുതി അവരെന്തിനാ വാചകം ചേർത്തു? എന്ന് മാത്രമല്ല, അത് ആ വാചകം വസ്തുതാപരമായി തെറ്റാ. അതുപോലെ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അല്ലയോ മെട്രോ കൊണ്ടുവന്ന്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അല്ലയോ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്ന്? ശ്രീ K കരുണാകരനല്ലേ കൊച്ചിൻ വിമാനത്താവളം? ഭരണപക്ഷത്തെ അല്ലെങ്കിൽ ആരെയും ഒരു IAS ഉദ്യോഗസ്ഥർ രണ്ടു തരത്തിലും പുകഴ്ത്താൻ പാടില്ല. അവർ നിഷ്പക്ഷരായി തന്നെ ഇരിക്കേണ്ടവർ. ഒരു ഗവൺമെന്റ് മാറും, വേറെ ഗവൺമെന്റ് വരും, അന്നേരം അവർക്ക് വർക്ക് ചെയ്യേണ്ടതല്ലേ. ഇപ്പം എന്താ പറ്റിയിരിക്കുന്നത്? ശ്രീമതി ദിവ്യ അയ്യരെ ഇടതുപക്ഷത്തെ മുദ്ര കുത്തി മാറ്റപ്പെട്ടു. അങ്ങനെ ഒരു മുദ്ര കുത്തൽ അവർക്ക് വേണമായിരുന്നു, ഒരു ചാർത്ത് വേണമായിരുന്നു. ആവശ്യമില്ലാതെ അവർ കേട്ടാണ്. ഇതിനകത്ത് അവർ അറിവുണ്ടെങ്കിലും ഒരു തിരിച്ചറിവിൻ്റെ പോരായ്മ ഉണ്ട് എന്ന് തന്നെ. 2 കണ്ണുണ്ടെങ്കിൽ ഒരു കണ്ണുകൊണ്ട് മാത്രം, ഇടത്തെ കണ്ണുകൊണ്ട് മാത്രം കാര്യങ്ങൾ കാണുന്നു എന്ന് എനിക്കൊരു തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത്.